ഹലോ, ആരൊക്കെയാണ് ഇന്ന് കഥ കേൾക്കാൻ വന്നിരിക്കുന്നത്? ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥ ആ കാലത്ത് നമ്മുടെ ചർച്ചുകൾ സഭകളൊക്കെ ഉണ്ടായി നന്നായിട്ട് എണ്ണം കൂടാൻ തുടങ്ങിയ സമയത്ത് ഹെരോദാവ് എന്ന് പറഞ്ഞൊരു രാജാവ് ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഈ ഹെരോദ രാജാവ് ഈ സഭ കൂടുന്നത് രാജാവിനും അവിടെയുള്ള യഹൂദന്മാർക്കും അത്ര ഇഷ്ടമുണ്ടായിരുന്നില്ല. യഹൂദന്മാരെന്ന് പറഞ്ഞ ആൾക്കാരെ ഇഷ്ടപ്പെടുത്തുവാൻ വേണ്ടി ഈ ഹെരോദ രാജാവ് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ സഭയിലുള്ളവരെ ഉപദ്രവിക്കാനും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരെ കൊല്ലുവാനും കാര്യങ്ങളൊക്കെ ഹെരോദാവ് ചെയ്തു. അങ്ങനെ യാക്കോബിനെ അവർ വാളുകൊണ്ട് കൊന്നത് യഹൂദന്മാർക്ക് ഇഷ്ടമായി എന്നുള്ളത് ഹെരോദാവിന് മനസ്സിലായിട്ട് ഹെരോദാവ് പത്രോസിനെ പിടിച്ച് ജയിലിലടച്ചു. അപ്പോൾ അടുത്തത് കൊല്ലാൻ ഹെരോദാവ് തീരുമാനിച്ചിരിക്കുന്നത് പത്രോസിനെയാണ്. പത്രോസിനെ കൊന്ന് ഇനിയും ജനങ്ങളിൽ അവൻ്റെ ബല ഉറപ്പിക്കാം, അവന് നല്ല ആ രാജാവ് എല്ലാം നമുക്കിഷ്ടത്തിനനുസരിച്ച് ചെയ്യേണ്ടെന്നുള്ള രീതി ഒപ്പിക്കാം എന്നുള്ള നിലയ്ക്ക് പത്രോസിനെ കൊല്ലുവാൻ വേണ്ടിയുള്ള ഇതിന് പത്രോസിനെ പിടിച്ച് ജയിലിലാക്കി. അപ്പോൾ പത്രോസിനെ തടവിലാക്കി കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് പത്രോസിനെ ജനങ്ങളെ കാണിക്കാം എന്നുള്ള ഇതിൽ അങ്ങനെ അവനെ തടവിലാക്കി. അപ്പോൾ അവൻ്റെ ചുറ്റും പട്ടാളക്കാരുണ്ട്. മാത്രമല്ല അവൻ്റെ കയ്യിൽ ചെങ്ങല കാര്യങ്ങളൊക്കെ ചെയിൻ കെട്ടി അവനെങ്ങും പോകാൻ പാടില്ലാത്ത രീതിയിൽ മുറിയിൽ തടവിലാക്കി വെച്ചിരിക്കുമായിരുന്നു പത്രോസിനെ. അപ്പോൾ നാളെ പത്രോസിനെ കാണിക്കണം. അപ്പോൾ ഒറ്റ ദിവസം ഇനി പത്രോസിനുള്ളൂ. നാളെ പത്രോസിനെ ജനങ്ങളുടെ മുന്നിൽ കൊണ്ടുപോയി കാണിക്കും. അത് കഴിഞ്ഞ് എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയുള്ള പദ്ധതിയൊക്കെ ഇട്ട് ഹെരോദാവ് ഇരുന്നു. അങ്ങനെ ഹെരോദാവ് ഇരുന്നു. അപ്പോൾ ഈ പത്രോസിനെ ഇങ്ങനെ ആയി എന്നുള്ളത് സഭയിലുള്ള എല്ലാവരും അറിഞ്ഞു. സഭ ഒന്നടങ്കം ഇരുന്ന് പ്രാർത്ഥിക്കണം. എന്താണ് പ്രാർത്ഥിക്കണേ? അവരെല്ലാവരും ഒരുമിച്ച് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കണം, പത്രോസിനൊന്നും പറ്റരുത്, പത്രോസിനെ ഹെരോദാവിൻ്റെ അടുത്തുനിന്ന് വിടുവിക്കണം എന്നുള്ള നിലയ്ക്ക് സഭയിലെ എല്ലാവരും ചേർന്നിരുന്ന് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഈ പ്രാർത്ഥന ഇവരിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. രാത്രിയായി. അപ്പോൾ പത്രോസിൻ്റെ അപ്പുറയും ഇപ്പുറയും 2 പട്ടാളക്കാരുണ്ട്. 2 ചങ്ങലയായിട്ട് പത്രോസിനെ ബന്ധിച്ചിരിക്കുകയാണ്. അത് മാത്രമല്ല, പത്രോസിൻ്റെ അപ്പുറയും ഇപ്പുറയും ഉറങ്ങുന്നുണ്ടായിരുന്നു. ഈ സോൾജേഴ്സ്, പടയാളികൾ പത്രോസിൻ്റെ അപ്പുറയും ഇപ്പുറയും ഉറങ്ങുന്നുണ്ടായിരുന്നു. മാത്രമല്ല, ഈ പത്രോസിനെ ആക്കിയിരിക്കുന്ന മുറിയുടെ മുന്നിൽ പട്ടാളക്കാർ അവർ നിന്ന് നോക്കുന്നുണ്ട്. പത്രോസ് എങ്ങനെയും രക്ഷപ്പെടരുത് എന്നുള്ള നിലയ്ക്ക് അവർ നോക്കുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഇരിക്കുന്നു, പത്രോസ് ഇങ്ങനെ അവിടെ ഇരിക്കുന്നു. സഭ ഒന്നടങ്കം വേറെ ഒരു സ്ഥലത്തിരുന്ന് പ്രാർത്ഥിക്കുന്നു പത്രോസ് രക്ഷപ്പെടാൻ വേണ്ടിയുള്ളത്. അങ്ങനെ കാര്യങ്ങൾ പോയി കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ മുറിക്കകത്ത് ഭയങ്കരമായ ഒരു വെളിച്ചം വന്നിട്ട് ആ വെളിച്ചത്തിൻ്റെ കൂടെ ഒരു ദൂതൻ വന്നു, ഒരു ഏഞ്ചൽ അവിടെ പ്രത്യക്ഷനായി. ദൂതൻ വന്നിട്ട് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, കർത്താവിൻ്റെ ദൂതനാണ് അവിടെ വന്നത്. ദൂതൻ വന്ന് പ്രത്യക്ഷനായി. അപ്പം തന്നെ ആ പത്രോസിലുണ്ടായിരുന്ന മുറി മൊത്തം ഭയങ്കര വെളിച്ചം കാരണം ഭയങ്കര വെളിച്ചമായി. നമ്മൾ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് പെട്ടെന്ന് ലൈറ്റ് ഇടുമ്പോൾ ഭയങ്കര വെളിച്ചം തോന്നില്ല, അതിനേക്കാളും അപ്പുറമായിട്ടുള്ള രീതിയിൽ വെളിച്ചമായി. എന്നിട്ട് ആ ദൂതൻ പോയിട്ട് പത്രോസിൻ്റെ അടുത്ത് ചെന്നിട്ട് പത്രോസിൻ്റെ പുറത്ത് തട്ടിയിട്ട് പറഞ്ഞു, വേഗം എഴുന്നേൽക്കുക എന്ന് പറഞ്ഞു അവനെ എണീപ്പിച്ചു. അപ്പോൾ പത്രോസിനെ തട്ടി എഴുന്നേറ്റ് പത്രോസ് എഴുന്നേറ്റപ്പോൾ തന്നെ പത്രോസിൻ്റെ കയ്യിൽ ആ കെട്ടിയിരുന്ന 2 ചെങ്ങലയും ചെയിൻ പത്രോസ് കയ്യിൽ നിന്ന് വീണു. അപ്പോൾ പത്രോസിന് നടക്കാൻ എങ്ങും പത്രോസിനെ ബന്ധിപ്പിച്ചിട്ടില്ലാത്ത അവസ്ഥയിൽ പത്രോസ് ഫ്രീ ആയി. അങ്ങനെ പത്രോസിനെ അവിടുന്ന് നടക്കാൻ പറഞ്ഞ് അങ്ങനെ പത്രോസും ദൂതനും കൂടെ നടക്കുവാണ്. അതായത് ദൂതൻ അവനോട് പറഞ്ഞു, വേഗം ചെരുപ്പൊക്കെ ഇട്ട് അരയൊക്കെ കെട്ടി മുറുക്കണം, എല്ലാ കാര്യങ്ങളും വൃത്തിയായിട്ട് ചെയ്തിട്ട് ഡ്രസ്സ് പുതച്ചിട്ട് മൂടിയിട്ട് ആ ദൂതൻ്റെ പുറകെ വരാൻ പറഞ്ഞു. അങ്ങനെ തന്നെ പത്രോസ് ചെയ്തു. അപ്പോൾ പത്രോസ് വിചാരിച്ചു ഇത് സ്വപ്നം എന്തോ ആണ് എന്നുള്ളതാണ് പത്രോസ് വിചാരിക്കുന്നത്. അങ്ങനെ ദൂതൻ പറഞ്ഞ രീതിയിലെല്ലാം ചെയ്തു. ഓരോ വാതിലെത്തുമ്പോഴും വാതിൽ തന്നെ തുറക്കുന്നു, ഇവർ വെളിയിലോട്ട് പോകുന്നു. അങ്ങനെ ലാസ്റ്റ് വാതിലെത്തിയപ്പോൾ ആ വാതിലും തന്നെ തുറന്നു. പത്രോസ് ആ വാതിൽ വിട്ട് വെളിയിലോട്ട് ഇറങ്ങി. അത് കഴിഞ്ഞപ്പോൾ ദൂതനും പോയി. അപ്പോഴാണ് പത്രോസിന് മനസ്സിലായത് അത് സ്വപ്നമല്ല, പത്രോസിനെ ദൈവം അയച്ച ദൂതൻ രക്ഷിച്ചതാണ് എന്നുള്ളത് മനസ്സിലായത്. അപ്പോൾ അതുവരെ പത്രോസിനെ എന്തൊക്കെ രീതിയിൽ കുടുക്കി പോവാത്ത രീതിയിൽ എന്തൊക്കെ ഹെരോദ രാജാവ് ചെയ്തോ അതെല്ലാം വെറുതെ ആക്കിയിട്ട് ഈ ദൂതൻ വന്നിട്ട് പത്രോസിനെ രക്ഷിച്ചു. പത്രോസ് അങ്ങനെ എല്ലായിടത്തും പറഞ്ഞു. അതെല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. സഭ ഒന്നടങ്കം ഭയങ്കര ഹാപ്പിയായി. എന്താ കാരണം? സഭ ഒന്നായിട്ട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം പ്രാർത്ഥന കേട്ട് അവിടെ അത്ഭുതം ദൂതൻ മൂലം പ്രവർത്തിച്ചു. അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മനുഷ്യനാൽ സാധിക്കാത്ത കാര്യം പ്രാർത്ഥനയിലൂടെ ദൈവത്തിന് സാധിപ്പിച്ച് തരാൻ പറ്റും.
അതിലെല്ലാം ഉപരി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ആകുലതകളും വ്യാകുലതകളും എല്ലാം നമ്മൾ ദൈവത്തിൻ്റെ അടുത്ത് പറയുമ്പോൾ നമുക്ക് മനസ്സിന് സമാധാനം കിട്ടും. അപ്പോൾ ഇതേപോലെ മക്കളുടെ ജീവിതത്തിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ മുന്നിൽ വന്ന് മക്കൾക്ക് അറിയാവുന്ന രീതിയിൽ മക്കൾ പ്രാർത്ഥിക്കണം. ആരുടെ അടുത്താണ് പ്രാർത്ഥിക്കണേ? യേശുപ്പച്ചൻ്റെ അടുത്താണ് പ്രാർത്ഥിക്കുന്നത്. യേശുപ്പച്ചൻ്റെ അടുത്ത് മക്കൾക്ക് അറിയാവുന്ന രീതിയിൽ മക്കൾ പ്രാർത്ഥിക്കുക. യേശുപ്പച്ചൻ പ്രാർത്ഥന കേൾക്കും, മക്കൾക്ക് നല്ല സമാധാനം ഉണ്ടാവും, മക്കളുടെ വിഷമം മാറും. അപ്പോൾ അതായിരുന്നു ഇന്നത്തെ കഥ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. സോ ബൈ, ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്.